ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റിയാണ്. ലെക്ചറിംഗ് പോളിടെക്നിക്കിലേക്ക് വേണ്ടി PSC നടത്തുന്ന എക്സാമിനകത്ത് എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റാണ് സിവിൽ എഞ്ചിനീയറിംഗ്. പിന്നെ എനിക്കിത് ഒരു കാര്യം പറയാനുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ വീഡിയോയുടെ ലാസ്റ്റ് അതിനകത്ത് ഒരു ആഡായിട്ട് 4 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇതും കൊടുക്കുന്നുണ്ട്, ലിങ്കും. നിങ്ങൾ അത് കയറി കാണണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈസ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ദാറ്റ് ഡീൽ വിത്ത് ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ബിൽഡ് എൻവയോൺമെന്റ്, including public works such as roads, bridges, canals, dams, airports, pipelines, structural components of buildings and railway. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വീട് വെക്കണമെങ്കിലും നമുക്കിപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കണം അല്ലേ? അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ബിൽഡ് എൻവയോൺമെന്റ്, ഇൻക്ലൂഡിങ് പബ്ലിക് വർക്ക്സ് സച്ച് എസ് റോഡ്സ്, ബ്രിഡ്ജസ്, കനാൽസ്, ഡാംസ്, എയർപോർട്ട്സ്, ഇതെല്ലാം നിർമ്മിക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് മുഖേനയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിന്റെ ഡിസൈൻ ആണെങ്കിലും അതിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എർത്തിന്റെ ഷേപ്പിനെ പറ്റിയാണ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് അങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു ജോഗ്രഫി ബേസ്ഡ് ആയിട്ടാണ് ഈ ഷേപ്പ് ഓഫ് ദി എർത്ത് പഠിക്കുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാലും നമ്മൾ അതിനകത്ത് ഭൂമിപരമായിട്ടല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് ആദ്യം പഠിക്കേണ്ട ഷേപ്പ് ഓഫ് ദി എർത്ത്. ചോദിക്കാം എന്താണ് എർത്തിന്റെ ഷേപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, നമുക്കറിയാം ഷേപ്പ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. അപ്പം എർത്തിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ഒബ്ലേറ്റ് സ്പിറോയിഡ്. അപ്പം ദ എർത്ത് ഈസ് ആൻ ഇറഗുലർലി ഷേപ്ഡ് എലിപ്സോയിഡ് ആണ്. അപ്പം എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്പിയർ. എർത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്പിയർ അല്ല. ഇറ്റ് ഈസ് ആൻ ഒബ്ലേറ്റ് സ്പിറോയിഡ് ആൻഡ് ഹാസ് എ സ്മാളർ റേഡിയസ് അറ്റ് ദ പോൾസ് ദാൻ അറ്റ് ദ ഇക്വേറ്റർ. അപ്പം എർത്തിന്റെ ഷേപ്പ് എന്തുവാന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് ഒബ്ലേറ്റ് സ്പിറോയിഡ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിക്കും ഷേപ്പ് ഓഫ് ദി എർത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒബ്ലേറ്റ് സ്പിറോയിഡ് തന്നെ എഴുതണം. സാധാരണ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് വിളിക്കാൻ കാരണം? അതായത് പറഞ്ഞിട്ടുണ്ട്, this means that the earth equatorial diameter is slightly larger than its polar diameter. അപ്പം ഇക്വറ്റോറിയൽ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലാർജർ ദാൻ പോളാർ ഡയമീറ്റർ. അതുകൊണ്ടാണ് നമ്മുടെ എർത്തിന്റെ ഷേപ്പിനെ എന്തെന്ന് വിളിക്കുന്നത്? ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഷേപ്പ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളിത് എവിടെയെങ്കിലും എഴുതി വെക്കണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സർവേയിങ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഇപ്പോൾ റോഡിൽ കൂടെ വന്നിട്ട് നമ്മുടെ ഇതിന്റെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ അകത്തോടെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സർവേയിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ലാൻഡിന്റെ ഇൻഫർമേഷനെയൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതിനാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ സിവിൽ surveying is an engineering operations that involves assessing and recording details about an area of land. ഒരു ലാൻഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിന്റെ ആ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർവേയിങ് എന്ന് വിളിക്കുന്നത്. അപ്പം സർവേയിങ് ഈസ് ആൻ ആക്ട് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഓൺ ബിലോ ഓർ above the earth surface, entering it graphically and numerically. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഇതുണ്ടെന്നിരിക്കട്ടെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അത് ഭൂമിയുടെ മുകളിൽ നിന്ന് എത്ര ഉയരത്തിലാണ് അല്ലെങ്കിൽ അത് എത്ര താഴത്തിലാണ്, ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ഭൂമിക്ക്. അപ്പം അത് അങ്ങനെയൊക്കെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ സർവേയിങ് യൂസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒബ്ജക്റ്റ് ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്, ഓക്കെ, അപ്പൊ അല്ലെ എത്ര താഴെയാണ്, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ സർവേയിങ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞ ഒരു ലാൻഡിന്റെ ഡീറ്റെയിൽസിനെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവേയിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ സിവിൽ സർവേയിങ് ഈസ് ആൻ എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻ ദാറ്റ് ഇൻവോൾവ്സ് അസസിങ് ആൻഡ് റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ആൻ ഏരിയ ഓഫ് ലാൻഡ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സർവേയിങ് എന്ന് വെച്ചാൽ. അതായത് വേറെ രീതി പറഞ്ഞാൽ സർവേയിങ് ഈസ് ആൻ ആക്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഓൺ ബിലോ ഓർ എബോവ് ദ എർത്ത് സർഫസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എൻ്ററിങ് ഇറ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ സർവേയിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പം നമുക്കറിയാം ഒരു ഗ്രൗണ്ട് ഉണ്ട് നമുക്കല്ലേ, അപ്പൊ അതിനെ നമ്മൾ ഗ്രൗണ്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ആ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ കാര്യങ്ങളെല്ലാം റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് എന്താണെന്ന് നോക്കാം. ദ എയിം ഓഫ് സർവേയിങ് ഈസ് ടു പ്രിപ്പയർ എ മാപ്പ്
to show the relative positions of the object on the surface of the earth. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ റിലേറ്റീവ് പൊസിഷൻ എവിടെ, സർഫസ് ഓഫ് ദ എർത്തിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഗ്രൗണ്ടിൽ നിന്ന് ആ ഒബ്ജക്റ്റ് എത്ര മുകളിലാണ്, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ നിന്ന്, ബേസ് ഗ്രൗണ്ടിൽ നിന്നും എത്ര താഴെയാണ് എന്ന് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേ യൂസ് ചെയ്യുന്നത്. അപ്പം ദ എയിം ഓഫ് സർവേയിങ് ഈസ് ടു പ്രിപ്പയർ എ മാപ്പ് to show the relative position of the object on the surface of the earth. ഈ മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ നമുക്ക് ഒരു സംഭവത്തെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാം, ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കിപ്പോൾ എയും ബിയും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ എയും ബിയും 2 പോയിന്റ് ആണ്. ഇപ്പൊ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ 10 മീറ്റർ ആണെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യാം ന്യൂമറിക്കലി? എ ബി ഈക്വൽ ടു 10 മീറ്റർ എന്ന് എഴുതി വെക്കാം അല്ലേ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെന്ന്. അപ്പോൾ നമ്മളൊരു ഡേറ്റയെ ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് നമുക്കൊരു ഡേറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫിക്കലി ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാൻ യൂസ് ചെയ്യും, പിന്നെ മാപ്പ് യൂസ് ചെയ്യും. പ്ലാൻ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ റെപ്രസെന്റേഷനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മാപ്പ് എന്ന് പറയുന്നത് സ്മാൾ സ്കെയിൽ റെപ്രസെന്റേഷന് വേണ്ടി. അപ്പോൾ പ്ലാൻ ഒക്കെ വരച്ചിട്ടല്ലേ, നമ്മളിപ്പോൾ വീടിന്റെ പ്ലാൻ ഒക്കെ വരച്ചിട്ടല്ലേ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ പറയാം ഒരു എന്താണ് സർവേ ചെയ്യുന്ന കാര്യത്തിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെക്കുമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് ഉദ്ദേശിച്ചാൽ ആ ഗ്രാഫ് എങ്ങനെ, ആദ്യം ഒരു എക്സ് വൈ എക്സ് കാണും, പിന്നെ ഒരു വൈ ആക്സ് കാണും അല്ലേ. പിന്നെ ആ ഒബ്ജക്റ്റ് ആ എന്താണ് എക്സ് ആക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എർത്തിന്റെ സർഫസ് ആയിരിക്കും, വൈ ആക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ആ എക്സ് വൈ ആക്സ് വരച്ചിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് എർത്തിന്റെ എത്ര സർഫസ്, ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര മുകളിലാണ് അല്ലെങ്കിൽ എത്ര താഴെയാണെന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്ങിനെ പറ്റിയാണ്. ദ എയിം ഓഫ് സർവേയിങ് ഈസ് ടു പ്രിപ്പയർ എ മാപ്പ് ടു ഷോ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ എക്സ് വൈ ആക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലായി കാണും. ടു കളക്ട് ഫീൽഡ് ഡേറ്റ, അപ്പം രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ഫീൽഡ് ഡേറ്റയെ കളക്ട് ചെയ്യുക. മൂന്നാമത്തെ ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദ ഏരിയ സർവേഡ്. എന്നിട്ട് ആ സർവേയും വഴി കിട്ടിയതിന്റെ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കണം, പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് ഉണ്ടാക്കണം അല്ലേ. എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ, ബാക്കി സിവിൽ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അനലൈസ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഫീൽഡ് പാരാമീറ്റർ ഫോർ സെറ്റിംഗ് ഔട്ട് ഓപ്പറേഷൻസ് ഓഫ് ആക്ച്വൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്. അപ്പം ഈ 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് പഠിച്ചത്. ഒന്നെന്ന് പറയുന്നത് ദ എയിം ഓഫ് സർവേയിങ് ഈസ് ടു പ്രിപ്പയർ എ മാപ്പ് ടു ഷോ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര മുകളിലാണ് അല്ലെ എത്ര താഴെയാണെന്ന് റെപ്രസെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ സർവേയിങ്ങിന്റെ യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കളക്ട് ഫീൽഡ് ഡേറ്റ. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദ ഏരിയ സർവേഡ്. ഈ നാലാമത്തെ ടു അനലൈസ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഫീൽഡ് പാരാമീറ്റർ ഫോർ സെറ്റിംഗ് ഔട്ട് ഓപ്പറേഷൻസ് ഓഫ് ആക്ച്വൽ എഞ്ചിനീയർ വർക്ക്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം, എവിടെയെങ്കിലും എഴുതി വെച്ചോണം, അല്ലെ മറന്നുപോകും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെയിൽസ് എന്താണെന്നാണ്. എന്താണ് സ്കെയിൽ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയാ? 2 പോയിന്റ് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ വേണ്ടി അല്ലേ. നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് എന്താണ്, ഒരു ലൈൻ തന്നാൽ ലൈനിന്റെ ഡിസ്റ്റൻസ് എത്ര ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ സെന്റിമീറ്റർ ഒക്കെ അളക്കുന്നത്. ഇപ്പോൾ എ എം ബി ഒരു ലൈൻ ഉണ്ടെന്നിരിക്കട്ടെ, എ ബി എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ എങ്ങനെയാണ് നമ്മൾ അളന്നിരുന്നത്? സ്കെയിൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ഈ സിവിലിനകത്ത് യൂസ് ചെയ്യുന്ന സ്കെയിൽസിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെഷറിംഗ് സ്കെയിൽസ് ഇൻ സർവേയിങ്. സർവേയിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന സ്കെയിൽസിനെ പറ്റിയാണ്. 4 സ്കെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്കെയിൽ പ്ലെയിൻ സ്കെയിൽ, സെക്കൻഡ് സ്കെയിൽ ഡയഗണൽ സ്കെയിൽ, തേർഡ് സ്കെയിൽ കോഡ് സ്കെയിൽ, എന്താണ് ഫോർത്ത് സ്കെയിൽ വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, കാരണം +2വിനകത്ത് നമ്മൾ വെർനിയറിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മൾ 4 ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് പ്ലെയിൻ സ്കെയിൽ, 2 ഡയഗണൽ സ്കെയില്, 3 കോഡ് സ്കെയില്, 4 വെർനിയർ സ്കെയില്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഓരോന്നും എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ടൈപ്സ് ഓഫ് മെഷറിംഗ് സ്കെയിൽസ് ഇൻ സർവേയിങ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് 4 ആണുള്ളത്. അതിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ തരാം. അപ്പം ഈ 4 സ്കെയില് നമ്മൾ സർവേയിങ്ങിന് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്നാണ് പ്ലെയിൻ സ്കെയില്, 2 ഡയഗണൽ സ്കെയില്, 3 കോഡ് സ്കെയില്, 4 വെർനിയർ സ്കെയില്. ഓക്കെ, നമുക്ക് എന്താണ് പ്ലെയിൻ സ്കെയിൽ, എന്താണ് ഡയഗണൽ സ്കെയിൽ എന്ന് നോക്കാം. നമ്മൾ പ്ലെയിൻ സ്കെയിലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, പ്ലെയിൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ഡയമെൻഷനെ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതായത് മീറ്ററും ഡെസിമീറ്ററും. ഈ രണ്ട് എന്താണ് 2 ഡയമെൻഷൻസെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലെയിൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ 2 സക്സസീവ് ഡയമെൻഷൻസ് ഓൺലി. അത് ഏതൊക്കെയാ? മീറ്റർ ആൻഡ് ഡെസിമീറ്റർ. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷനെ ഇത് പ്ലെയിൻ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡയഗണൽ സ്കെയിൽ. ഡയഗണൽ സ്കെയിൽ എന്തൊക്കെ മെഷർ ചെയ്യാൻ, എന്തൊക്കെ ഡയമെൻഷൻ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഡയഗണൽ സ്കെയിൽ 3 ഡയമെൻഷൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് മീറ്റർ, ഡെസിമീറ്റർ, സെന്റിമീറ്റർ. അപ്പോൾ മീറ്ററിനെ മെഷർ ചെയ്യാൻ ഡയഗണൽ സ്കെയിൽ യൂസ് ചെയ്യും, ഡെസിമീറ്ററിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യും, സെന്റിമീറ്ററിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ എന്തിനൊക്കെയാണ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെച്ചേക്കണം. ഇപ്പോൾ പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് മീറ്ററും ഡെസിമീറ്ററും മാത്രമേ ഉള്ളായിരുന്നു. ഡയഗണൽ സ്കെയിൽ വന്നപ്പോൾ 3 ഡയമെൻഷൻ വന്നു. ഏതൊക്കെയാ? മീറ്ററും ഡെസിമീറ്ററും സെന്റിമീറ്ററും. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ 3 സക്സസീവ് ഡയമെൻഷൻ. എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഡയഗണൽ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഓൺ എ ഡയഗണൽ സ്കെയിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ 3 ഡയമെൻഷൻ. ഏതൊക്കെയാ? മീറ്റർ, ഡെസിമീറ്റർ, സെന്റിമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം 3 ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് എന്തെന്ന് പറയുന്നത്? ഡയഗണൽ സ്കെയിൽ. ഇത് എവിടെ യൂസ് ചെയ്യുന്നത്? സർവേയിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡയഗണൽ സ്കെയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെർനിയർ സ്കെയിലിനെ പറ്റിയാണ്. അപ്പോൾ ആ വെർനിയർ സ്കെയിലിന്റെ ഇമേജ് കണ്ടോ? ഇത് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരും എന്താണ് +2 ഫിസിക്സിൽ നമ്മൾ ഈ വെർനിയർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒരു ക്യൂബിന്റെ ഒക്കെ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ വോളിയവും കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ വെർനിയർ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ ക്യൂബിന്റെ തിക്നെസ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ വെർനിയർ സ്കെയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. വെർനിയർ സ്കെയിൽ കണ്ടല്ലോ, അതിനകത്ത് 2 ഡയമെൻഷനാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് മെഷറിംഗ് ആക്യുറേറ്റ്ലി ദ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയില് മനസ്സിലായല്ലോ. ഇനി വെർനിയർ സ്കെയിൽ പോലെ നമ്മൾ അടുത്ത പറഞ്ഞ സ്കെയിലാണ് സ്കെയിൽ ഓഫ് കോഡ്സ്. അപ്പോൾ സ്കെയിൽ ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് 4ാമത് പറഞ്ഞ സ്കെയിലാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൻ ആംഗിൾ ഓർ ടു സെറ്റ് ഓഫ് ആൻ ആംഗിൾ. അപ്പം നമുക്ക് പ്രൊട്ടാക്ടർ യൂസ് ചെയ്യാതെ ആംഗിളിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്കെയിൽ ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൻ ആംഗിൾ ഓർ ടു സെറ്റ് ഓഫ് ആൻ ആംഗിൾ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്കെയിൽ ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പം വെർനിയർ സ്കെയിൽ കഴിഞ്ഞിട്ട് നമ്മൾ 4ാമത് പറഞ്ഞ സ്കെയിലാണ് സ്കെയിൽ ഓഫ് കോഡ്. ഇപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് PPT അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ്. അപ്പോൾ സ്കെയിൽ ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത് ആംഗിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, പ്രൊട്ടാക്ടർ യൂസ് ചെയ്യാതെ. അപ്പോൾ സ്കെയിൽ ഓഫ് കോഡ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? 4ാമത് പറഞ്ഞ സ്കെയിലാണ് സ്കെയിൽ ഓഫ് കോഡ്സ്. അത് യൂസ് ചെയ്യുന്നത് ആംഗിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ദ സ്കെയിൽ ഓഫ് കോഡ്സ് മേ ബി യൂസ്ഡ് ടു സെറ്റ് ഓർ റീഡ് ആൻഡ് ആംഗിൾസ് ഇൻ ദ ആബ്സൻസ് ഓഫ് എ പ്രൊട്ടാക്ടർ. അപ്പം പ്രൊട്ടാക്ടർ ഇല്ലാതെ നമുക്കിപ്പോൾ ആംഗിൾ മെഷർ ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കെയിൽ ഓഫ് കോഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്കെയിൽ ഓഫ് കോഡ്സ് ഇപ്പോൾ ആംഗിൾസ് വിത്തൗട്ട് പ്രൊട്ടാക്ടർ നമ്മൾ എന്ത് ഇതാ വെച്ചിട്ടാണ് ആംഗിളിനെ മെഷർ ചെയ്യുന്നത് ചോദിച്ചാൽ സ്കെയിൽ ഓഫ് കോഡ്സ് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ 4 സ്കെയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു പറഞ്ഞ? പ്ലെയിൻ സ്കെയില്, പിന്നെ ഡയഗണൽ സ്കെയില്, പിന്നെ വെർനിയർ സ്കെയില്, പിന്നെ സ്കെയിൽ ഓഫ് കോഡ്സ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് CS ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ആഡായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ 4 വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ 4 വീഡിയോസ്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, FCFS, SJFS, റൗണ്ട് റോബിൻ, അതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുക്കുന്നുണ്ട്. അത് കയറി കാണണം. ഓക്കെ, ഞാൻ അതിൻ്റെ BTech സ്റ്റുഡൻസിന് വേണ്ടി ചേരുന്ന വീഡിയോ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ തംബ്നെയിൽ മാറ്റി ആഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി കാണണം. അത് മിസ് ചെയ്യല്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.